ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഒരു റെസിപ്പി ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് എന്നോട് കുറച്ച് നാളായിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുള്ള കാര്യം കൂടി ഈ വ്ളോഗിൽ പറയുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾ കുറച്ചധികം തന്നെ ഉണ്ട്. കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്, സ്പ്രിംഗ് ഓണിയൻ, ക്യാപ്സിക്കം, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്. അങ്ങനെ ഇതൊക്കെയാണ്, ഇത്ര സാധനങ്ങളാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, ഈസിയാണ്, സിമ്പിളാണ്. പക്ഷേ ഏറ്റവും വലിയ പണി എന്താണെന്ന് വെച്ചാൽ ഈ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് വെക്കലാണ് ഏറ്റവും വലിയ പണി. അപ്പോൾ അത് ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആ, പണി കഴിയും കേട്ടോ. പിന്നെ എന്നെപ്പോലെ ഒറ്റക്കാക്കുന്നവരാണെങ്കിൽ ഇത് ഒറ്റയ്ക്ക് തന്നെ കട്ട് ചെയ്ത് വെക്കണം. അങ്ങനെ ഒരു പാനിൽ ഞാൻ ആദ്യം തന്നെ ഓയിൽ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ഒന്ന് കളറ് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ പച്ചമുളകും ഉള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ വെജിറ്റബിളും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഏറ്റവും വേവ് കൂടുതലുള്ള വെജിറ്റബിളാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അത് ക്യാപ്സിക്കം, ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഒരു വൈറ്റ് കളറില്ലേ, അതും ലാസ്റ്റിലുള്ള അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന കുരുമുളക് പൊടിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ട്. നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചുണ്ടാക്കുന്ന നാടനാണ്. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല, നല്ലപോലെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നല്ലപോലെ വെന്ത് വരുമൊന്നും വേണ്ട, ചെറുതായിട്ട് വഴറ്റിയെടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ സോസായിട്ട് ചില്ലി സോസും കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിലും ഇതിൽ അത്യാവശ്യം എരിവുണ്ടാവും. പിന്നെ സോയാ സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഇനി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം മുളക്, പിന്നെ ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിൽ മുട്ട ആഡ് ചെയ്യുന്നില്ല. ആ മുട്ടൻ്റെ ആ ഒരു ഫ്ലേവർ എനിക്കിഷ്ടമല്ല കേട്ടോ. അത് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫ്രൈഡ് റൈസ് കഴിക്കുകയാണെങ്കിലും മുട്ടയില്ലാത്ത ഫ്രൈഡ് റൈസാണ് ഞാൻ കഴിക്കുക, എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് മുട്ട ഇട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ അതൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച ബസ്മതി റൈസ് ഇട്ട് കൊടുക്കലാണ് കേട്ടോ. ഇത് കുറച്ച് ടൈമായി വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ജസ്റ്റ് ഒന്ന് തട്ടുമ്പോഴേക്ക് തന്നെ സ്പൂൺ വെച്ച് തട്ടി കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ വിട്ട് വരുന്നതുണ്ടാവും. അധികം നല്ലപോലെ വെന്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ്. അങ്ങനെ ഇനിയിപ്പോൾ ഇത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യലാന്നേ. ഇനി ഇതിലേക്ക് ഫൈനലി സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുത്താൽ ഫ്രൈഡ് റൈസ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറിയൊരു ചൂടിലിങ്ങനെ വെച്ചാൽ റെഡി ആയിട്ടുണ്ട്. അധിക നേരം വെക്കണമെന്നില്ല, ജസ്റ്റ് ആ ഒരു ചൂടിൽ തന്നെ റെഡി ആയിക്കോളും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
പിന്നെ കുറച്ച് സ്പൈസി ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിലേക്ക് ചില്ലി സോസും കുരുമുളക് പൊടിയും പിന്നെ ആദ്യം പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല അത്യാവശ്യം സ്പൈസി ഉണ്ടാവും. പിന്നെ കഴിക്കാൻ പറ്റാത്ത പോലെയല്ല കേട്ടോ, ഓക്കെയാണ്. ഇനി ഇത് ഞാൻ ചൂടോട് കൂടി തന്നെ കഴിക്കാൻ പോവാണ് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നുള്ളത്. അപ്പം നല്ല ടേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ചൂടോട് കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടോടുകൂടി കഴിച്ച് ഹംദക്കും കൊടുക്കാന്നുള്ള രീതിയിൽ എടുത്തതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആക്കാമെന്ന് വിചാരിച്ച് ചിക്കനിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും തൈരും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യൽ ഇത് പിന്നെ സാധാരണയാണല്ലോ, എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ ഞാൻ ഇത് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് ഒന്നും വെക്കാൻ ടൈം കിട്ടിയിട്ടില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കലാണ്. പിന്നെ ടൈമില്ല. ഇപ്പോൾ ഏകദേശം റഷി വരാനായിട്ടുണ്ട്. അപ്പോഴേക്കും ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഋഷി വന്ന് കഴിച്ച് നല്ല ഉണ്ടേനു എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടേനു കേട്ടോ. പിന്നെ എനിക്ക് വന്ന കുറച്ച് കമൻറ്റാണ്, ഈ നെയ്റ്റി എവിടെ നിന്നാണ് വാങ്ങൽ, പിന്നെ ഡ്രസ്സ് എവിടുന്നാ ഷോപ്പ് ചെയ്തതെന്നെല്ലാം ചോദിച്ചിട്ട്. അതാണ് കേട്ടോ ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുള്ളത്. പിന്നെ സൂക്കിൽ വാങ്ങൽ. അങ്ങനെ ഞങ്ങൾ രാത്രി പുറത്ത് പോയിട്ടുണ്ടേനു. അപ്പോൾ അത് ആ എൻട്രൻസിൽ തന്നെ ഇങ്ങനെ ഈ ഒരു ചെറിയ ബാഗ് കണ്ടിട്ട് ഹംദ അത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ സൂക്ക്. ഇത് ഏത് സൂക്കാന്ന് വെച്ചാൽ ദേറ നെയ്വ് സൂക്കിലാണ് കേട്ടോ. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ഡ്രസ്സിൻ്റെ താഴെ കമൻ്റെല്ലായിട്ട് ഈ ഡ്രസ്സ് എവിടുന്ന വാങ്ങിയത്, പിന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന മാക്സി ഡ്രസ്സ് ഉണ്ടാവില്ലേ അതെല്ലാം. ഞാൻ അധികം ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങൽ. റഷി നാട്ടിലേക്ക് വരുമ്പോൾ ആയാലും ഇത്രയും നാൾ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങൽ, സൂക്കിൽ വന്നിട്ടാണ് വാങ്ങൽ. അങ്ങനെ ഇന്ന് ഷോപ്പ് എന്നൊന്നുമില്ല, ഒരുപാട് ഷോപ്പുണ്ട് അവിടെ. കുട്ടികളെ ആയാലും ഇങ്ങനെ മാക്സി ഡ്രസ്സും പിന്നെ നല്ല ഡ്രസ്സെല്ലാം ആയിട്ടുള്ള ഒരുപാട്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഈ ഒരു നൈറ്റി ഇങ്ങനെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ വെച്ചിട്ട് കണ്ടിട്ട് ഈ ഷോപ്പിലേക്ക് കയറിയതാണ് കേട്ടോ. നല്ലപോലെ ഇഷ്ടമായി. ഓരോ സമയത്ത് ഓരോ മോഡലായിട്ടാണ് ഉണ്ടാവൽ. ഇപ്പം പുതിയ മോഡൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പെല്ലാം വന്നേരം എനിക്ക് കണ്ടിട്ടില്ലേനു. ഇതെല്ലാം എൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ ഇത്രയും നാളും. പിന്നെ ഇതും എൻ്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ആദ്യം കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യുന്ന മോഡലാണ്. അപ്പോൾ പുതിയത് ഫ്രണ്ടിൽ പോക്കറ്റെല്ലാം വന്നിട്ടുള്ള ഈ ഒരു മോഡലാണ് കേട്ടോ. അതിൻ്റെ കുറേ പ്രിൻ്റെല്ലാം ഉണ്ട്, നല്ല നല്ല പ്രിൻ്റും ഉണ്ട്. അങ്ങനെ കുറേ മോഡലെല്ലാം ഉണ്ട്. അപ്പോൾ കുറേ സമയം ഞങ്ങളിങ്ങനെ നോക്കി ഓരോന്ന് സെലക്ട് ചെയ്യലാണ്. അങ്ങനെ ഈ ഒരു മോഡലാണ് ഞാൻ ഇപ്പം വാങ്ങിയിട്ടുള്ളത്. ഒരു 2-3 എണ്ണം ആ ഒരു മോഡലാണ് വാങ്ങിയിട്ടുള്ളത്.
3-4 എണ്ണം. പിന്നെ എൻ്റെ അടുത്തുള്ള ഒരു മോഡല് അത് വാങ്ങിയിട്ടില്ല. ടോട്ടലി ഒരു 4-5 എണ്ണായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ അതെടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് ഷോപ്പുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷോപ്പുണ്ട്. അവിടെ അബായാസ് ഉണ്ട്. പിന്നെ ഈ ഡെയിലി യൂസിന് നല്ല ഡ്രസ്സെല്ലാം ഉണ്ട്. പിന്നെ കുട്ടികളെ ആയാലും ബാഗ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ വന്നാൽ. അങ്ങനെ ഞങ്ങൾ വേണ്ടുന്നതെല്ലാം എടുത്തിട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ ഒരു പുറത്തെ ഒരു ഭാഗമാണ് കേട്ടോ. ഇതിൻ്റെ എൻട്രൻസ് 2-3 സ്ഥലത്തുണ്ട്. കയറുമ്പോൾ കുറച്ച് ആളും തിരക്കെല്ലാം ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഡീറ്റെയിൽ ആയിട്ട്. അങ്ങനെ അവിടുന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ വേറൊരു ഷോപ്പിൽ പോയി. ഡേ ടു ഡേ അങ്ങനെ പോലത്തെ ഷോപ്പിലാണ്, കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ അവിടെ ഈ ഒരു ഡോള് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഹംദനോട് എടുക്കാൻ പറയുന്നത് കേട്ടാ. ഒക്കെ എന്തെങ്കിലും ടോയ്സ് വേണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷെ അത് ഓൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എനിക്ക് നല്ലപോലെ ഇഷ്ടമായി കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഓള് ഇഷ്ടമല്ലേ. അങ്ങനെ അവിടുന്ന് എന്തൊക്കെയോ വാങ്ങിയിട്ട് തിരിച്ച് റൂമിലേക്ക് പോയി. ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയ വ്ളോഗാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക. പുതിയ വ്യൂവേഴ്സാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.